ചിക്കൻ ബുഹാരി റൈസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് പ്രഷർ കുക്കറിലാണ്. ഗീക്ക് റോബോകുക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള റൈസും മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഈ ചിക്കൻ ബുഹാരി റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ പ്രഷർ കുക്കർ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ എനിക്ക് മിനിഞ്ഞാന്ന് പുതുതായിട്ട് കിട്ടിയ പ്രഷർ കുക്കറാണിത്. ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ഇതിൽ ബുഹാരി റൈസും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല സേഫായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നത് റെസിപ്പി ബുക്കാണ്. ഇതിൽ ഈ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ കുറേ റെസിപ്പികളുണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ഇതിലുള്ളത്. ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി പ്രഷർ കുക്കർ പുറത്തേക്ക് എടുക്കാം. ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഓപ്പൺ എന്ന് എഴുതിയെടുത്തേക്ക് തിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തുറക്കാം. അപ്പോൾ അടച്ചു വെക്കാനാണെങ്കിൽ ആരോ മാർക്ക് ക്ലോസ് എന്ന് വരുന്ന ഭാഗത്തേക്ക് അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ വച്ചിട്ടുണ്ട്. ഇത് സിലിക്കോണിൻ്റെ പിഞ്ച് ഗ്രിപ്പാണ്. നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണിത്. നല്ല എളുപ്പത്തിൽ ഇതുപോലെ വിരലിലിട്ടിട്ട് നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് മെഷറിംഗ് കപ്പും ഒരു സ്പൂണും കൂടിയാണ്. ഒരു സ്പൂണും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്പൂണാണ്. പിന്നെ ഇതിൻ്റെ കേബിളാണിത്. ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്കിതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. ഇത് നമുക്കിതുപോലെ ഈസി ആയിട്ട് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നല്ല ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനും നല്ല എളുപ്പമാണ്. കുക്കിങ്ങിന് ശേഷം ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിൽ എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടാക്കാം. കറിയാണെങ്കിലും റൈസ് ആണെങ്കിലും അതുപോലെ സ്വീറ്റ്സ് പായസമൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പാത്രം വെച്ചിട്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. പല വലിപ്പത്തിലുള്ള പ്രഷർ കുക്കർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പാനലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കീ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അതൊക്കെ നമുക്കിതിൽ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതുപോലെ പല ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടിയിട്ടും സ്പീഡ് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വിക്ക്, മീഡിയം, സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ചൂട് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ ഓരോന്നിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ നമുക്കതിൽ കുറക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡിഷായ റൈസും അതുപോലെ പുലാവ്, പിന്നെ സാമ്പാർ, ഇഡ്ലി ഇതിനൊക്കെ വേറെ വേറെ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ടൈമൊക്കെ വരും. ടൈമൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കും. പിന്നെ നമുക്കിതിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ പ്രഷർ പോകുന്ന ഈ ബട്ടണാണ്. അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തിയിരിക്കുകയാണെങ്കിൽ പ്രഷർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഇതുപോലെ പൊക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് താഴെയും പൊങ്ങുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പൊക്കി വെക്കുകയാണെങ്കിൽ പ്രഷറൊക്കെ പുറത്തേക്ക് പോവും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് താഴ്ത്തി വെക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് തുറക്കുന്ന സമയത്ത് ഇത് പൊക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രഷർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാവൂ. അപ്പോൾ നമുക്കിതിൽ ചിക്കൻ ബുഹാരി റൈസ് എങ്ങനെയാണ് ഈ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ 5 ലിറ്റർ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ട് ബുഹാരി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെല്ല റൈസാണ്. അപ്പോൾ അറബിക് ഡിഷസ്, അതായത് അറബിക് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നല്ലത് സെല്ല റൈസാണ്. സെല്ല റൈസ് ഇല്ലെങ്കിൽ മാത്രം ബസ്മതി റൈസ് എടുക്കുക. അപ്പോൾ ഈ റൈസ് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ചോറ് കിട്ടും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 800 ഗ്രാം വരെ ചിക്കനാണ്. അപ്പോൾ ഒരു ചിക്കൻ മുഴുവൻ എടുത്തിട്ടില്ല, ഏകദേശം അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. 800 ഗ്രാമോളം ഉണ്ടാവും ഈ ചിക്കൻ. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ ആദ്യം ഞാനൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ ആദ്യം ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വഴറ്റണം. അതിന് വേണ്ടിയിട്ട് സോട്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാത്രം ചൂടായി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും സോട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഓപ്ഷൻ മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഉള്ളിയും ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉണക്കമുന്തിരി ചേർത്തൊന്ന് ഇളക്കുമ്പോഴേക്കും ഇത് റെഡിയായിട്ട് വരും. വളരെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ക്യാരറ്റ് ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റും മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ഈ മധുരത്തോടെയുള്ള ഈ ക്യാരറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാതെ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് പഞ്ചസാരയും ചേർത്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ സവാളയിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളർ വരണം, അത്ര വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പട്ട, 3 ഏലക്കായ്, 4-5 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 3 പച്ചമുളകാണ്. അതുപോലെ 2 തക്കാളി അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയുടെ തൊലിയും കുരുവൊന്നും കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക്, അതായത് നമ്മൾ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർക്കണം. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിലിരിക്കുന്ന ബാക്കി തക്കാളിയൊക്കെ ഇങ്ങ് വന്നോളും. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെക്കാം. നമ്മൾ നേരത്തെ കണ്ട ആരോ നോക്കിയിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ. അപ്പോൾ ഈ പ്രഷർ കുക്കറിൻ്റെ ഈ വിസിൽ വരുന്ന പോലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ ഈ കീ നമുക്ക് ഇതുപോലെ താഴ്ത്തി വെച്ച് കൊടുക്കാം. അതായത് ഇതിങ്ങനെ പൊക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ പ്രഷർ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. അപ്പോൾ താഴ്ത്തി വെക്കണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ അതിൻ്റെ ഉള്ളിലങ്ങ് നിന്നോളും. അപ്പോൾ അതിനനുസരിച്ച് ആ കീ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് സോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചിക്കൻ്റെ കുക്കിംഗ് ടൈം അതിൽ വരും. അപ്പോൾ ഞാനിതിലിപ്പോൾ ചിക്കൻ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ചിക്കൻ എന്നുള്ളത് നമുക്ക് സെലക്ട് ആയി കിട്ടും. അവിടെ റെഡ് ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 20 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവേ ബ്രോയിലർ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഞാനിതിലിപ്പോൾ 20 മിനിറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇത് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കീ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ടൈം കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലും മതിയാവും. 20 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രഷർ കുക്കർ ഓഫ് ആയിട്ടുണ്ട്. ബീപ്പ് ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ മുഴുവൻ പോയി കിട്ടും. അപ്പോൾ ഇതിൽ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് തുറക്കാവും. അതല്ലെങ്കിൽ ഈ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വിസിൽ പോലെ കാണുന്ന ഈ ഭാഗം പൊക്കി വെച്ചിട്ട് നമുക്ക് ഇതിൽ പ്രഷർ മുഴുവൻ കളയാം. ഇതുപോലെ ഈ കീ മുന്നോട്ടേക്ക് ഞെക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിങ്ങനെ പൊങ്ങി നിന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ പുറത്തേക്ക് പോയി കിട്ടും. അപ്പോൾ നമുക്ക് മുഴുവൻ എയറും പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തുറക്കാം. അതല്ലെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തനിയെ ഇതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ അങ്ങ് പോയി കിട്ടും. അതിനുശേഷം മാത്രം തുറന്ന് നോക്കുക. ഇത് കണ്ടില്ലേ, ഈ കീ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിൽ എയറൊക്കെ പുറത്ത് പോയിക്കോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം എയറൊന്നും ഇല്ലെങ്കിൽ നമുക്കിതങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് ഗ്രേവിയും കൂടി, നമ്മൾ അരക്കപ്പ് വെള്ളമാണ് ചേർത്തെങ്കിലും ഒരുപാട് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് പകുതി എടുക്കുന്നത്. ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു മുഴുവൻ നാരങ്ങ എടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വരെ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഗ്രേവി ഒരു 2.5 കപ്പ് ഗ്രേവി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ബാക്കി, അതായത് നമ്മൾ 3 കപ്പ് അരിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിക്ക് നമുക്ക് വേണ്ടത് 4.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇതിലൊരു 2.5 കപ്പ് ഗ്രേവി ഈ പാത്രത്തിലുള്ളതുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്കൊരു 2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പാത്രത്തിൽ, അതായത് സാധാരണ പ്രഷർ കുക്കറിലൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിന് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി മുഴുവൻ വെള്ളവും കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ അരി ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അരി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിനി റൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് 12 മിനിറ്റ് ആണ്. എന്നിട്ട് ഇതിൽ ക്വിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 10 മിനിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് മീഡിയത്തിലാണെങ്കിലാണ് 12 മിനിറ്റ്. ക്വിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ 10 മിനിറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രഷർ കുക്കർ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ ഇതുപോലെ കളയാണ്. ഈ സ്വിച്ച് ഇതുപോലെ ഓൺ ചെയ്തിട്ട് ഇതിലുള്ള പ്രഷർ മുഴുവൻ കളഞ്ഞെടുക്കുകയാണ്. കാരണം നമ്മൾ വേവിക്കാൻ വെച്ചത് റൈസ് ആണല്ലോ. അപ്പോൾ റൈസിന് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ മുഴുവൻ എയറും പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ ചോറ് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എയറൊക്കെ മുഴുവൻ കളഞ്ഞിട്ട് ഇപ്പോൾ തന്നെ തുറക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ എയർ പോകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചോറ് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോകുമായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷം റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ചിക്കൻ നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം റൈസ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് നല്ല പാകത്തിന് വെന്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക്, ഒരു ട്രേയിലേക്ക് വിളമ്പിയെടുക്കാം. ട്രേയിൽ ചോറ് വിളമ്പിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. മുളകൊക്കെ പുരട്ടിയിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേവിച്ച ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ പാനിലോ മറ്റോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചാലും മതിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറിയ മധുരം ഉണ്ടാവും, നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് ക്യാരറ്റ് വഴറ്റി വെച്ചാലും മതിയാവും.
അപ്പോൾ നമ്മളിത് ക്യാരറ്റും കൂടി വെച്ച് ഗാർണിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള ചിക്കൻ ബുഹാരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബുഹാരി റൈസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്